കർദിനാൾ പദവിയിലേക്ക് ആ വാർത്തയിലേക്ക് വരാം. അതെ, മലയാളിയായ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ തെരഞ്ഞെടുത്തു. വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തിയത്. ഡിസംബർ 8-നാണ് കർദിനാളായി ഉയർത്തപ്പെടുന്ന ഔദ്യോഗിക ചടങ്ങ് നടക്കുക. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ നിയമനത്തോടെ കർദിനാൾ പദവിയിലേക്ക് മൂന്നാമതൊരു മലയാളി കൂടി എത്തിയിരിക്കുകയാണ്. റോമിലെ പൊന്തിഫിക്കൽ സഭ അക്കാഡമിയിൽ നിന്ന് നയതന്ത്ര സേവനത്തിനുള്ള പരിശീലനം നേടിയ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാട് 2006-ലാണ് വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ചേരുന്നത്. 2020-ൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ജോർജ് ജേക്കബ് കൂവക്കാടിന് 2021 മുതൽ മാർപ്പാപ്പയുടെ അപ്പസ്തലിക് യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ്. അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്ററിക്ക, വെനിസുവേല എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക് നൺഷിയേച്ചറുകളിലും പ്രവർത്തിച്ചു. 1973 ഓഗസ്റ്റ് 11-ന് ജനിച്ച ജോർജ് ജേക്കബ് കൂവക്കാട് 2004 ജൂലൈ 24-നാണ് വൈദികനായി അഭിഷിക്തനായത്. ചങ്ങനാശ്ശേരി മാമൂട് ലൂർത്ത് പള്ളി ഇടവകാംഗമാണ്. 2023 സെപ്റ്റംബറിൽ ജോർജ് കൂവക്കാടിന്റെ മുത്തശ്ശിയായ 95 വയസ്സുകാരിയായ ശോശാമ്മ ആന്റണിയുമായി മാർപ്പാപ്പ വാട്സാപ്പ് വീഡിയോ കോളിൽ സംസാരിച്ചത് വാർത്തയായിരുന്നു. 2022 ജൂലൈയിൽ കാനഡയിൽ യാത്ര ചെയ്യവെയാണ് കോവിഡ് ബാധിതയായ തന്റെ മുത്തശ്ശിയെപ്പറ്റിയുള്ള ആശങ്ക മാർപ്പാപ്പയുമായി ജോർജ് കൂവക്കാട് പങ്കുവച്ചത്. ഇതേ തുടർന്ന് മുത്തശ്ശിയുടെ ആരോഗ്യ വിവരങ്ങൾ കൂവക്കാടിനോട് മാർപ്പാപ്പ ഇടയ്ക്കിടെ തിരക്കുമായിരുന്നു. 2023-ൽ മംഗോളിയയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മാർപ്പാപ്പ ശോശാമ്മയുമായി സംസാരിച്ചത്. 4 മിനിറ്റ് നീളുന്ന ഈ കോളിൽ മാർപ്പാപ്പ ജോർജ് കൂവക്കാടിനെ നല്ല മനുഷ്യനായി വളർത്തിയ ശോശാമ്മയെ പ്രകീർത്തിക്കുകയും ചെയ്തു. 2 കർദിനാൾമാരാണ് നിലവിൽ കത്തോലിക്ക സഭയിൽ കേരളത്തിൽ നിന്ന് ഉള്ളത്. സിറോ മലബാർ സഭയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരിയും മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയും. മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ നിയമനത്തോടെ മൂന്നാമതൊരു മലയാളി കർദിനാളിനെ കൂടി കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചു. ജോർജ് ജേക്കബ് കൂവക്കാട് അടക്കം 21 പേരെയാണ് മാർപ്പാപ്പ ഇന്ന് നിയുക്ത കർദിനാൾമാരായി പ്രഖ്യാപിച്ചത്. ഡിസംബർ 8-നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. റിസർച്ച് ഡെസ്ക് 24.